ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തീൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയ സമയത്ത് അവരുടെ മക്കൾ പറഞ്ഞു മഞ്ഞളിൻ്റെ ഒരു ട്രെൻഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാവരും കൂടി ചെയ്ത് നോക്കിയ സംഭവം കേട്ടോ അത്. അപ്പം അത് ഞങ്ങളൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ അനിയത്തീൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ കുറച്ച് പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മലപ്പുറം ഓഫീസിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അനിയത്തീൻ്റെ വീട്ടിൽ പോയതായിരുന്നു. അങ്ങനെ അവളുടെ വീടിൻ്റെ അടുത്ത ഓഫീസായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പിറ്റേന്ന് രാവിലെ ഞങ്ങളിതാ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പോവാട്ടോ. അപ്പം ആ പോകുന്ന വഴിയിൽ നല്ല വയലും പിന്നെ എന്താ പറയുക തോട് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയിട്ട് ഓഫീസിലൊക്കെ പോയി. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു പായസ കോർണർ കണ്ടു കേട്ടോ. അപ്പോൾ അനിയത്തി പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പായസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ നാട്ടിൽ വരുമ്പോൾ ഇതൊന്നും ഒഴിവാക്കൂലേ. അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഈ പായസമൊക്കെ ഒന്ന് കഴിച്ചു. നല്ല അടിപൊളി അടപ്രഥമനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഞങ്ങളിതാ എല്ലാവരും ഓരോ ഗ്ലാസ് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ അവിടെ അടുത്ത് തന്നെ ഒരു കോട്ടക്കുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങളവിടെ പോയി. അപ്പോൾ 1-2 പേപ്പർ വർക്ക് കാര്യങ്ങൾ കിട്ടാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ നല്ല ചൂടല്ലായിരുന്നോ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ശ്വാസം മുട്ടലുള്ളതൊന്നും നോക്കിയില്ല. അപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അത് ചക്കയുടെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ ടേസ്റ്റായൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല എന്നോ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനത് കഴിക്കണേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കണ്ടപ്പം അതാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ അങ്ങനെ ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് അവിടെ ഒരു കാഴ്ച കണ്ടു കേട്ടോ. ബട്ടർഫ്ലൈ പൂമ്പാറ്റ ഇങ്ങനെ മരത്തിൽ ഇതിൽ വന്ന് നിൽക്കുന്നു കേട്ടോ ചെടികളിൽ. അപ്പം ഞാനതിങ്ങനെ ദൂരേന്ന് ഇങ്ങനെ കാണുന്നുണ്ടേ. അപ്പം എനിക്കത് ശരിക്കും അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പം ഞാൻ അടുത്ത് പോയിട്ട് അപ്പം മോൻ പറഞ്ഞത് ബട്ടർഫ്ലൈ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയില്ല, ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് അത്ര കൂടുതൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്നുള്ളത് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അവിടെ എന്തോ വെച്ച പോലെയാണ്. അവിടെ ഒരു പൂക്കളായിട്ടൊന്നും ഞാൻ കണ്ടില്ല ആ മരത്തിൽ കേട്ടോ. അപ്പോൾ അത് അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ കുറേ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ. എൻ്റെ ഫോണിലെ അത്രേ ക്ലിയർ ഉള്ളൂ, അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് കാണാത്ത കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല എന്തൊരു ഇതാണ്. അങ്ങനെ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10-15 എണ്ണം അല്ല ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങളതൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവിടുന്ന് ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്കിലൊരു എന്തോ ഒരു ഇതുണ്ട് കേട്ടോ. പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആകെ പേടിച്ച് പോയേ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത സമയത്താണ് ഞാനിപ്പോൾ അതിങ്ങനെ ഓർക്കണം. അപ്പോൾ ഞാൻ വീഴാൻ പോയ പോലെ പോയിട്ട് അത് ഇങ്ങനെ വന്ന് അടിച്ച സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഞാൻ ആ വീഡിയോ എടുക്കണ ആ ഒരു തിരക്കിലായപ്പം അവിടെ ബാക്കിൽ എന്തുണ്ടെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോന്നപ്പോഴാട്ടോ ഈ ഒരു പൂന്തോട്ടം കണ്ടത്. അപ്പം നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. ഓണം വരാൻ ആ സമയത്ത് നാട്ടിൽ പോയ സമയത്ത് എടുത്തതല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രസമുണ്ട്. ഇങ്ങനെ നോക്ക് ഓണം വരാറായി. ഇപ്പോൾ ഓണത്തിനൊക്കെ ഈ പൂക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതല്ലേ. അപ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ. പണ്ട് ഞാനൊക്കെ എൻ്റെ കല്യാണം കഴിയുന്നതിന് മുന്നേയൊക്കെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ കുറേ ചെടികൾ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ അവിടുന്ന് ഞങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മോൻ പറഞ്ഞു എനിക്ക് വിശക്കുന്ന മന്തി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മലപ്പുറം ജില്ലയിലാണ് നല്ല മന്തി കിട്ടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു മന്തി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അങ്ങനെ മന്തിയൊക്കെ കഴിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് മോൻ അന്ന് പിറ്റേ ദിവസം തിരിച്ച് പോകണമായിരുന്നേ. അങ്ങനെ അവനെ ഞങ്ങൾ അവിടുന്ന് ട്രെയിനൊക്കെ കയറ്റി അവൻ തിരിച്ച് കോളേജിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ളൂ കുഞ്ഞു വീഡിയോ.